ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും അതുപോലെ തന്നെ സോഫ്റ്റും ആയിട്ടുള്ള പത്തിരിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ പത്തിരി പ്രസ്സോ പത്തിരി കുഴലോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സാധാരണയായി നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ പൊടി വാട്ടുന്നതും അതുപോലെ തന്നെ അത് കുഴച്ചെടുക്കുന്നതും നല്ലൊരു ടാസ്ക്കാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ ആ ഒരു മാവിൻ്റെ ടെക്സ്ചർ തന്നെ മാറുകയും നമുക്ക് കറക്റ്റായിട്ട് അത് പരത്തിയെടുക്കാനായിട്ട് പറ്റുകയില്ല. എന്നാൽ ആ ഒരു ടെൻഷനൊന്നും ഇല്ലാതെ വാട്ടാതെയും കുഴക്കാതെയും അതുപോലെ തന്നെ പരത്തിയെടുക്കാതെയൊക്കെ ഞാൻ സിമ്പിളായിട്ട് ചുട്ടെടുത്തിട്ടുള്ളൊരു പത്തിരിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുത്തതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതിനാണോ നമ്മൾ അരി അളക്കുന്നത് അതേ പാത്രത്തിന് തന്നെ നിങ്ങൾ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണല്ലോ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കരുത്. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുമ്പോഴത്തേനും പൊടി നല്ല പോലെ വെന്ത് പോവുകയും നമുക്ക് പരത്തിയെടുക്കാനായിട്ട് കിട്ടുകയില്ല. അഥവാ നമ്മൾ പരത്തിയെടുത്താൽ തന്നെ പത്തിരി മുറിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ് തന്നെ നിങ്ങൾ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനിത് അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സായിട്ട് കിട്ടും. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പൊടിയുടെ അളവ് കൂട്ടുമ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാനിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾക്കൊന്ന് കുറുക്കിയെടുക്കണം. ഇതുപോലെ നമ്മൾ പത്തിരി റെഡിയാക്കി എടുക്കുമ്പോൾ അതിൽ വെള്ളം കുറഞ്ഞു പോവാനോ അതല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ആദ്യമായിട്ടൊക്കെ പൊടി വാട്ടുന്ന ആളുകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ സ്റ്റൗവൊക്കെ ഓണാക്കിയതിന് ശേഷം ആ ഒരു മാവ് നല്ല പോലെ തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ വെള്ളം മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയതാണ്. ഇതേപോലെ പത്തിരി റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോവാനും അടി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ബാറ്റർ നല്ല പോലെ തന്നെ തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ ബാറ്റർ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പത്തിരി നല്ലപോലെ സോഫ്റ്റായി കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കൈവച്ചിട്ട് പരത്താനൊക്കെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഇത് നമ്മൾ ലിക്വിഡ് തയ്യാറാക്കി സ്റ്റൗവിൽ വെച്ചത് മുതൽ ഇത് റെഡിയാവുന്ന വരെ കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ അതാ ഇതിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണേ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പൊടി വാട്ടുന്ന അതേ പെർഫെക്ഷനോട് കൂടി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പെട്ടെന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അതല്ലെങ്കിൽ ഈ ഒരു പാനിൻ്റെ ചൂട് കാരണം ആ ഒരു മാവ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതാ വേഗം ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ മാറ്റി കൊടുത്തിട്ടുണ്ട്. സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് പൊടിയൊക്കെ വാട്ടിക്കഴിഞ്ഞാൽ അത് കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് സമയം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ആയിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് കുഴച്ചെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതാ ഇത് കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്ത് ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയ ഉടനെ ചൂടോടുകൂടി തന്നെയാണ് ഈ ഒരു രീതിയിൽ ഉരുളയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മാവ് നല്ല പോലെ സോഫ്റ്റാണ് കേട്ടോ. ഇപ്പോഴും ഈ ഒരു മാവ് ചെറു ചൂടുണ്ട്. അപ്പോൾ ഞാനൊരു കുറച്ച് സമയം ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ലിഡൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഉരുള ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം. ഇത് പരത്താനായിട്ട് ഞാൻ പ്രസ്സോ അതല്ലെങ്കിൽ പത്തിരിക്കുഴലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കയ്യിൽ അല്പം ഒന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം അതാ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാവ് നല്ലപോലെ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പമുള്ള പത്തിരിയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കുക.
അപ്പോൾ ഞാനിത് ഈ ഒരു സൈസിലാണ് ഉരുളയാക്കി എടുത്തിട്ടുള്ളത്. എനിക്ക് ഈ ഒരു കപ്പ് പൊടി കൊണ്ട് 6 ഉരുളയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇതൊന്ന് പരത്തി കൊടുക്കാം. പരത്താനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെയുള്ളൊരു കവറാണ്. നിങ്ങൾ എടുക്കുന്ന കവർ നല്ലപോലെ നീറ്റാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. കവറൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നിവർത്തി വെച്ചിട്ട് ആ ഒരു 2 സൈഡിലും വെളിച്ചെണ്ണ തടവി കൊടുക്കുക. അതിന് ശേഷം കവറിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളയെന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ വട്ടമുള്ളൊരു പ്ലേറ്റ് എടുത്തിട്ട് കൈ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ വെച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് തന്നെ നമുക്കത് നന്നായിട്ട് പരന്ന് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല സർക്കിൾ ഷേപ്പിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് പത്തിരി പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ. ഇനി ഇതേപോലെ ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. എന്നിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. പരത്തിയെടുത്തിട്ടുള്ള പത്തിരി ആ പൊടിയിലൊന്ന് തട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പത്തിരി പാനിൽ ഒട്ടിപ്പോവുകയോ അതല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ ഒന്നുമില്ല. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പരത്തി കൊടുക്കാം. പരത്താനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള പ്ലേറ്റ് ഇല്ല എങ്കിൽ കുറച്ച് വലിപ്പം കൂടുതലുള്ള, അതായത് വട്ടം കൂടുതലുള്ള ചെറിയ ബക്കറ്റിൻ്റെയൊക്കെ ലിഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടി ഫ്ലാറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പത്തിരി ഞാൻ ഇതേപോലെ തന്നെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പെർഫെക്റ്റോട് കൂടി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും പ്രയാസം ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. കറക്റ്റ് ഷേപ്പും കിട്ടും. ആദ്യമായിട്ടൊക്കെ പത്തിരി പരത്തുന്ന ആളുകൾക്ക് ആ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ നല്ല പാടാണ്. എന്നാൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് സർക്കിളിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 2 എണ്ണ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ കയ്യിൽ അല്പം ഒന്ന് എണ്ണ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ വെച്ചിട്ട് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ടല്ലോ, ഉൾഭാഗത്ത് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് നമുക്ക് പരന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ പരത്തി വെച്ചിട്ടുള്ള പത്തിരി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പത്തിരി ചുടുന്ന പോലെ തന്നെ ആ ഒരു വശം ചൂടായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ചെറിയ ചെറിയ കുമിളകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് അത് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയണില്ല. നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അതാ ഞാൻ വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു വശം പൊങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ചട്ടകം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും ഒന്നുകൂടെ മറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇതേപോലെ ഒരു സൈഡ് എനിക്ക് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് പൊങ്ങുന്ന ഭാഗത്ത് തൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഈ ഒരു രീതിയിൽ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പത്തിനും ചുടുന്നൊരു വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 1-2 പത്തിരി ചുടുന്ന വീഡിയോസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീഡിയോസ് ഒത്തിരി ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിതാ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയാണ്. ആദ്യമായിട്ട് പൊടി വാട്ടുന്ന ആളുകൾക്കും അതല്ലെങ്കിൽ പത്തിരി നല്ല പെർഫെക്ഷനോട് കൂടി പരത്താൻ അറിയാത്ത ആളുകൾക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും പത്തിരി ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് പത്തിരി നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഞാനിത് ഒന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഞാനിത് അതിൽ നിന്ന് ഒരു പത്തിരി കയ്യിലെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് പത്തിരി പൊട്ടിപ്പോവുകയോ ഒന്നുമില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. എന്ത് ചെയ്താലും ആ ഒരു പത്തിരിക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ ഒരു പത്തിരി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.